അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുളിക്കൽ തറവാട്ടിലേക്ക് അതാ കുറച്ചാളുകൾ കയറി വരുന്നു. ഹാദിയ, നിനക്കുള്ള ട്രെയിനിങ്ങിനുള്ള ആൾക്കാരെത്തിയിട്ടുണ്ട്. ഫംഗ്ഷന് എങ്ങനെ ഒരുങ്ങി നിൽക്കണം, എങ്ങനെ നടക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് അവർ പഠിപ്പിക്കുക. മനസ്സിലായല്ലോ? ഹാദിയ ഞെട്ടിപ്പോയി. എന്താ റബ്ബേ, ഇവിടെ ഫാഷൻ ഷോക്കേറ്റ് പോവുകയാണോ എന്നുള്ള രീതിയിൽ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ നോക്കുന്നത്? പിന്നെ എല്ലാം പഠിപ്പിച്ചു തരും, അതിനനുസരിച്ച് നിൽക്കണം. കാരണം ഇവിടുത്തെ മരുമക്കൾക്ക് അതിൻ്റെതായ രീതിയിൽ ഒരു നിലനിൽപ്പുണ്ട്. ആ രീതി പഠിപ്പിക്കാനാണ് നിന്നെ പഠിപ്പിക്കാനാണ് ഇവർ ഫീസ് കൊടുത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാളാണ് മെയിനായിട്ട് നിന്നെ പഠിപ്പിക്കുന്ന ആള്. മനസ്സിലായല്ലോ? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എന്ത് പഠിപ്പിക്കുന്ന കാര്യമാണ് ഇവരീ പറയുന്നത്? ഹാദിയ മനമില്ലാ മനസ്സോടുകൂടി അതാ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെയാണ് ട്രെയിനിങ് നടക്കുന്നത്. ഒരു സാധാരണ കുർത്തിയും ലെഗിൻസുമാണ് അവൾ ഇട്ടിരുന്നത്. അവൾ ചുറ്റും നോക്കി. 5 പേരടങ്ങുന്ന ഒരു ടീം മൊത്തം അവിടെയുണ്ട്. പല വസ്ത്രങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ, ഗ്രൂമിംഗ് കിറ്റ്, അങ്ങനെ പാർലറും ഷോപ്പിംഗ് മാളും അങ്ങോട്ടേക്ക് എത്തിയ പോലെ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന്. എന്താ റബ്ബേ ഇവിടെ നടക്കുന്നത്? എന്നെ എന്തിവർ അണിയിച്ചൊരുക്കാൻ വന്നതോ, ഇനിയും മണവാട്ടിയാക്കാനോ, അതോ എന്താ പരിപാടി എനിക്ക് അറിയുന്നില്ല. പെട്ടെന്ന് അയാളതാ അവളോട് പറയുന്നു, ഹേ ബേബി, യു ആർ ഹാദിയ റൈറ്റ്? ചിരിച്ചുകൊണ്ട് നടന്നു വന്ന അയാൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അയാൾ അവൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഒരു നിമിഷം അവൾ അവളുടെ കൈ പിൻവലിച്ചു. എന്താ ഹാദിയ ഇത്? ഇവിടെ ഇതൊക്കെ. അവൾ ഒരു നിമിഷം പകച്ചു നോക്കി. റബ്ബേ, എന്തിവിടെ നടക്കുന്നത്? ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ തൊടുന്നതിനും പിടിക്കുന്നതിനും യാതൊരു ലൈസൻസും ഇല്ലല്ലോ. ഞാനാണ് അർഫാത്ത്, അയാൾ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ പാതി മലയാളി പാതി അമേരിക്കൻ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കെൻ്റെ മമ്മ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ അയാൾ ചിരിച്ചുകൊണ്ടാണ് അവളോടെല്ലാം പറയുന്നത്. അവളുടെ മുഖത്തെ പേടി ഒന്നുകൂടി കൂടി. അവൻ്റെ മുഖത്തെ പ്രസരിപ്പ് അവിടെ കൂടി നിന്ന് എല്ലാവരിലും നല്ലൊരു പോസിറ്റിവിറ്റി നൽകുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. അതെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഹാദിയ, ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. നാളത്തെ പാർട്ടിയിൽ നമുക്ക് അടിച്ചു പൊളിക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതെ, എനിക്ക് ഇങ്ങനെയൊരു ഗ്രൂമിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൾ വീണ്ടും അവഗണനയോടെ പറഞ്ഞു. ഓ, അങ്ങനെ പറയരുത്. തനിക്കെന്തായാലും ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, താനിപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഷെയ്ക്കാൻ തന്നു. പക്ഷേ ഞാൻ നിനക്ക് തന്നപ്പോൾ പെട്ടെന്ന് നീ കൈ വലിച്ചു. ഒരിക്കലും വലിക്കാൻ പാടില്ല. ഇവിടുത്തെ ഒരു ചിട്ടാവട്ടങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റേതായ അനുസരിച്ച് നിൽക്കണം. അല്ലാതെ ഒരു എവിടേക്കോ ഒതുങ്ങി കഴിയുന്നൊരു പെൺകുട്ടി എന്നുള്ള രീതിയിലല്ലല്ലോ ഇവിടുത്തെ മരുമക്കൾ നിൽക്കേണ്ടത്. പിന്നെ പുളിക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെയും പവറിൻ്റെയും പര്യായമാണ്. ഇവിടെ ജീവിക്കുമ്പോൾ ആ പവർ നമ്മുടെ നോട്ടത്തിലും നടത്തത്തിലും ഒക്കെ വേണം. അറഫാത്ത് കൈകൊട്ടി. അപ്പോൾ തന്നെ അവൻ്റെ ജൂനിയേഴ്സ് അവിടത്തേക്ക് എത്തി. അതെ, ഇവളെ ഡ്രസ്സൊന്ന് ചേഞ്ചാക്കി വരൂ. അങ്ങനെ അതാ ആ പെൺകുട്ടികൾ അവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ഇട്ടിരിക്കുന്നത് സാധാരണ രീതിയിലുള്ളൊരു ചുരിദാറായിരുന്നു. പക്ഷേ പിന്നീട് അവളെ ഇട്ട് വരുമ്പോൾ ഒരു ടൈറ്റ് ഫിറ്റ് ഡ്രസ്സായിരുന്നു. മറ്റൊരു പെൺകുട്ടി അവൾക്ക് ഹീൽസ് കൊടുത്തു. അതിനുശേഷം ഒരാൾ മേക്കപ്പ് ചെയ്ത് അവളെ ഒരുക്കി. ദാ നോക്കൂ, ഈ പെൺകുട്ടിയാണ് ഇനി ഇവിടുത്തെ ഹാദിയായി ഞങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ പഴയ ആ വേഷമല്ല. ഇവിടുത്തുകാർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല. ഞങ്ങളിങ്ങനെ പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോകുന്ന ആളുകളാണ്. ഓക്കെ. പിന്നെ ഹാദിയ, ഇതിലേക്ക് നോക്കൂ. അയാളൊരു കണ്ണാടി കൊടുത്തു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. മറ്റാരെയോ കാണുന്ന പോലെ തോന്നി. റബ്ബേ, ഇത് ഞാൻ തന്നെയാണോ? എൻ്റെ ഡ്രസ്സും വേഷങ്ങളും എല്ലാം മാറിയിട്ടുണ്ടല്ലോ. അതെ, അത്രക്കും അവർ ഹാദിയെ മാറ്റിയിരിക്കുന്നു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അതെ, ഹാദിയെ നടക്കാൻ പഠിപ്പിക്കൂട്ടോ. കൂട്ടത്തിൽ നല്ല ഉയരമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളെ നടക്കുവാനും ഗ്ലാസ് പിടിക്കുവാനും സ്വീകരിക്കുവാനും എല്ലാം പഠിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, ഗ്ലാസ് എങ്ങനെ പിടിക്കണം എന്നുള്ള രീതിയിലൊക്കെ.
എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് വേറെ എവിടെയോ എത്തിപ്പെട്ട പോലെയാണ് തോന്നിയത്. ഇതെന്താ റബ്ബേ, അമേരിക്കൻ സ്റ്റൈലോ? ഇത് ഞാൻ പഠിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതെ ഹാദിയ, ഇപ്പോൾ നമ്മളുടെ പാർട്ടിയിലേക്ക് നടന്നു വരുമ്പോൾ വരുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. കമോൺ ബേബി, ലുക്ക് സ്ട്രൈറ്റ്, വോക്ക്. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഹാദിയ നടന്നു വരുമ്പോൾ കാൽ തെന്നി അതാ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴലും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആർത്ത് ചിരിച്ചതും ഒരുമിച്ചായിരുന്നു. അത്യാവശ്യം ആഴമുണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിൽ ഹാദിയ മുങ്ങിയേർന്നു. വീണ്ടും മുങ്ങി. അവൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അവൾക്ക് സ്വയം തിരികെ കയറാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അറഫാത്ത് അതിലേക്ക് എടുത്തു ചാടി. അവൻ അവളുടെ കഴുത്തിൽ തൻ്റെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവരുടെ കണ്ണുകൾ പരസ്പരം കൊളുത്തി ഒലിച്ചു. സ്വിമ്മിംഗ് പൂളിൽ നിന്നും കയറി വന്ന ഹാദിയുടെ ഡ്രസ്സാകെ നനഞ്ഞ് അവളുടെ ശരീരവുമായി ഒട്ടിച്ചേർന്നിരുന്നു. ഉടനെ തന്നെ അതാ അവൻ ഭയക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ആ വലിയ കോട്ട് ഊരിയിട്ട് അവൾക്ക് കൊടുത്തു. അത് ഹാദിയ ഡ്രസ്സിന് മേലെ അത് അണിഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൊടുകുട ഒഴുകി. അതിനൊപ്പം ചെറിയ ആങ്ങലുകളും. പെട്ടെന്ന് പിടിവിട്ടു പോയ നിമിഷത്തിൽ അത് ഹാദിയ വാവിട്ട് കരഞ്ഞു. അത് കണ്ട് വീണ്ടും ചിരിക്കാനൊരുങ്ങിയ ആ പെൺകുട്ടികളെ അറഫാത്ത് ആട്ടിപ്പായിച്ചു. എന്താ ഇത്? ഒരു കുട്ടിക്കൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? എന്താ ഇത്? ഒരു മനുഷ്യത്വമില്ലേ? നിങ്ങളൊക്കെയാണോ ഇവരെ ഇത് പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അറഫാത്ത് അവളെ സാന്ത്വനിപ്പിച്ചു. ഏയ് ഹാദിയ ബേബി, സോറി പ്ലീസ് കരയല്ലേ. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? എന്താ ഇങ്ങനെ? അറഫാത്ത് അവളെ ആശ്വസിപ്പിക്കാൻ തോളിലറിയാതെ കൈവച്ചു. എന്നാൽ ആ നിമിഷം തന്നെ അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. എന്താ ഇത്? അറിയാതെ അവൾ തൻ്റെ ഒരു ഇക്കാക്കയുടെ സ്ഥാനത്ത് അയാളെ കണ്ടു. അയാളുടെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് വീണു. എന്നാൽ അവൻ രണ്ട് കൈകളും അവളുടെ ശരീരത്തിൽ തൊടാതെ അകത്തിപ്പിടിച്ചു. അതെ ഹാദിയ, സാരമില്ല, നിന്റെ വിഷമം കൊണ്ടല്ലേ, സാരമില്ല. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇക്ക, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, എന്നെക്കൊണ്ട് ഇതിന് വയ്യ, പ്ലീസ് ഹെൽപ്പ് മീ, എനിക്കിതൊന്നും ശീലമായിട്ടില്ല. വിവാഹം മുതൽ ആ സമയം വരെ അവൾ അനുഭവിച്ച വേദനകൾ ആ നിമിഷം അവളെ തേടിയെത്തി. വീണ്ടും കരയിച്ചു. ഏയ് ഹാദിയ, സാരമില്ല, അതൊക്കെ ശരിയാവും, ഫസ്റ്റ് ടൈം അല്ലേ, സാരമില്ല, ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ആളുകളാണ്, അല്ലാതെ ഒരിക്കലും ഞങ്ങൾക്കിത് നിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. നിനക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണല്ലേ ഈ വീട്ടിൽ നിൽക്കാൻ, നിനക്കിതൊന്നും വശമില്ലെന്ന് തോന്നുന്നു. സാരല്ല, ഒക്കെ ശരിയാവും കേട്ടോ, അവൾ ആശ്വസിപ്പിച്ചു. എന്നാൽ അവൻ്റെ കൈകൾ കൊണ്ട് പതുക്കെ അവളുടെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, സാരല്ല സഹോദരി, അത് വിഷമിക്കണ്ട. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ പെട്ടെന്ന് മാറി നിന്ന് കുറച്ച് ദൂരെ നിന്ന്, സോറി, ഞാൻ അറിയാതെ. ഏയ് സാരല്ല, എൻ്റെ ഒരു ഇക്കാക്കിയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ നിന്നെ എൻ്റെ ഒരു പെങ്ങളെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. ഹാദിയ, നീ വിഷമിക്കണ്ട. അവളെ അവൻ ആശ്വസിപ്പിച്ചു. ഹാദിയ ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്തു. പിന്നെ നേരത്തെ കരഞ്ഞത് അത് പൂളിൽ വീണതിൻ്റെ സങ്കടം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ഹാദിയ. ഒരു പൂളിൽ വീണെന്ന് കരുതി ഇത്രമാത്രം പൊട്ടിക്കരയാൻ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അറഫാത്ത് ചോദിച്ചു. എന്താണെന്ന് കാര്യമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതും ശരിയാവും, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അത് കേട്ട് ഹാദിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഹോ ഭാഗ്യം, താനൊന്ന് തിരിച്ചു കണ്ടല്ലോ. നിന്റെ മുഖം കണ്ടപ്പോൾ മുതൽ നിനക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. മറ്റാരുടെയും സഹായമില്ലാതെ അവൻ തന്നെ അന്നത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി. അതിനിടയിൽ ഹാദിയയെ സന്തോഷിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും അവൻ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്കും അത് ഏറെ ഇഷ്ടമായി. അതെ, ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മനസ്സ് സന്തോഷിക്കുന്നത്. പക്ഷെ ജസീറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. വിവാഹ ദിവസത്തിന് ശേഷം അവൾ ഇന്നാണ് ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചത്. എന്നാൽ പക്ഷേ അവരുടെ ചിരിയും കളിയും എല്ലാം നോക്കിക്കൊണ്ട് കുറച്ച് മാറി
ജസീർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹാദിയുടെ മുഖത്ത് സന്തോഷം കണ്ട അവൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു. കയ്യിലിരുന്ന ആ ഒരു ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച് ദേഷ്യത്തെ തകർത്ത് അവൻ തിരികെ നടക്കുന്നതും അവൾ കണ്ടു. അവളും അതാ അവൻ്റെ പിറകെ ചെന്നു. അവൻ മുറിയിൽ കയറി ലാപ്ടോപ്പിൽ നോക്കി ഇരിക്കുകയാണ്. ഹാദിയ അകത്ത് കിടന്ന് വാതിലടച്ചു. അവൾ ബെഡിലിരുന്ന്, നിന്നോടല്ലേ ബെഡിലിരിക്കരുതെന്ന് പറഞ്ഞത്? എന്തോ നിനക്കൊന്നും മനസ്സിലാകില്ലേ മലയാളം പറഞ്ഞാൽ? അവൻ അലറി. നിങ്ങളല്ലേ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്? എൻ്റെ പേര് ഹാദിയ ജസീർ എന്നാണ്. ഈ മുറിയിലും ഈ ബെഡിലും എനിക്ക് അവകാശമുണ്ട്. അവൾ ധൈര്യത്തോടെയാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലെ ആ മഹർ പുറത്തേക്കിട്ട് അവൻ കാണുന്ന രീതിയിൽ കാലുകൂടി ബെഡിലേക്ക് എടുത്തു വെച്ചു. അവളുടെ മുഖത്തെ ധൈര്യം അവന് തീരെ ഇഷ്ടമായില്ല. അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലേക്ക് വന്നു. ഷർട്ടൂരി ഒരു സൈഡിലേക്ക് എറിഞ്ഞു. ഭാര്യയുടെ അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ നീ വാ, ഞാൻ ഇപ്പോൾ തന്നെ അവകാശം തരാം നിനക്ക്. ബെഡിൽ ശാന്തമായിരുന്ന അവളെ അവൻ ബെഡിലേക്ക് വലിച്ചു കിടത്തി. അവൾ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചതും അവൻ്റെ കൈകൾ കൊണ്ട് ബലമായി അവളുടെ കൈകൾക്ക് മുകളിലായി വെച്ചു. എന്താ നിനക്ക് ഭാര്യയുടെ അവകാശം വേണ്ടേ? അവൻ അവളുടെ കൈകളിൽ കയറി പിടിച്ചു. പിടുത്ത് നന്നായി മുറുകുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കൈകൾ വേദനിച്ച് ചുവന്നു. ഏയ് വിട്, എന്ത് കാണിക്കുന്നത്? എനിക്ക് വേദനിക്കണ്. എന്തിനെൻ്റെ കൈകൾ ഇങ്ങനെ അമർത്തി പിടിക്കുന്നത്? എന്നാൽ അവൻ്റെ മുഖം പൈശാചികമായിരുന്നു. അത് കണ്ട അവൾക്ക് പേടിയായെങ്കിലും അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വാശി കാരണം അവൾ പേടി പുറത്ത് കാണിച്ചില്ല. അവൾ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭാര്യയുടെ അവകാശം നിങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പ് ഏറ്റുവാങ്ങുന്നത് മാത്രമല്ല, നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നത് കൂടിയാണ്. എപ്പോഴാണ് നിങ്ങൾ എന്നെ പ്രണയിച്ചത്? നിങ്ങൾ എന്നെ കണ്ടിരുന്നോ ഇതിനു മുമ്പ്? ഈ വിവാഹം നിങ്ങളുടെ ഉമ്മയെ ആഗ്രഹപ്രകാരം ആയിരുന്നെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഇത്രയും വേദനിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? പെട്ടെന്ന് തന്നെ അവൻ അവളുടെ മുഖത്തോട് ചേർന്ന് വന്നു. നിനക്കറിയില്ലേ നീ എന്നോട് ചെയ്തത് എന്താണെന്ന്? എന്നെ ഇങ്ങനൊരു മൃഗമാക്കി മാറ്റിയത് നീയാണെന്ന് നിനക്കറിയില്ലേ? എൻ്റെ എല്ലാം ഇല്ലാതാക്കിയത് നീയാണെന്ന് നിനക്കറിയില്ലേ? അവൻ അലറുകയായിരുന്നു. അവളൊന്നും മനസ്സിലാവാതെ കിടന്നു. എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങൾക്ക് ആളെ മാറിപ്പോയി. നിങ്ങൾ മറ്റാരെയുമാണ്, അല്ലാതെ ഞാൻ നിങ്ങളുമായി എന്ത് ബന്ധമുള്ളത്? പെട്ടെന്ന് ജസീറിൻ്റെ മാമൻ എന്തോ ഓഫീസിൻ്റെ കാര്യം പറയുവാൻ വേണ്ടിയിട്ട് അതാ അവനെ വിളിച്ചു. അവൻ ഒന്നുകൂടി അവളുടെ കൈ മുറുകെ പിടിച്ചു. ദേഷ്യം കൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. അതെ, ചുവന്ന വളകൾ കണക്കെ അവളുടെ കൈകളിൽ അവൻ്റെ വിരലുകൾ പതിഞ്ഞിരുന്നു. അവൾ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു ഓൽമെൻറ്റ് അന്വേഷിച്ച് അവൻ്റെ അലമാറ തുറന്നു, ഡ്രോയർ തുറന്നു. അവിടെ അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ കൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും. അവൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, എവിടെയോ കണ്ടപോലെയുണ്ടല്ലോ ഈ പെണ്ണിനെ. അവൾക്ക് ഓർമ്മ വന്നില്ല. അവൾ ആ ഫോട്ടോയുടെ ഒരു പിക്കെടുത്ത് ഫോണിൽ സൂക്ഷിച്ചു. അതെ, അവൻ്റെ രഹസ്യങ്ങൾ എന്താണെന്നറിയാലോ. അതെ, തൽക്കാലം എൻ്റെ ഫോണിൽ ഈ ഫോട്ടോ നിൽക്കട്ടെ. പിറ്റേ ദിവസം അവിടെ പാർട്ടിയാണ്. അതെ, എൻ്റെ വീട്ടുകാരെല്ലാം വരുന്ന പാർട്ടി, വലിയ പാർട്ടിയാണ്. അങ്ങനെ അതാ ഹാദിയുടെ വീട്ടുകാരെല്ലാം എത്തുന്നു. ഹാദിയുടെ ഏട്ടത്തികൾ, ഉമ്മ, ഉപ്പ, അവരോടെല്ലാം അതാ ജസീർ നല്ല രീതിയിൽ പെരുമാറുകയാണ്. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു പോയി. അവർക്കും അങ്ങനെ ഒരു മരുമകനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഇത്രയധികം സ്നേഹത്തോടെ അവരോടെല്ലാം ജസീർ പെരുമാറുന്നത് കാണുമ്പോൾ അവളുടെ ഹൃദയം വേദനിച്ചു പോയി. എന്നോട് മാത്രം എന്താ ഇങ്ങനെ? പക്ഷെ പുറത്തെന്നോട് നല്ല രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളും അങ്ങനെയുണ്ട്. പക്ഷേ റൂമിൽ മാത്രമില്ല. ഇതെന്ത് എനിക്കറിയുന്നില്ല. പെട്ടെന്ന് വലിയ ഇത്താത്തയും അളിയനും അതാ വരുന്നു. ജസീറേ, എന്തൊക്കെ തന്നെയാലും അല്ലേ, ഞാനിത് വീട്ടുകാരൊന്നും അറിയിച്ചിട്ടില്ല. ഇവളുടെ ഉപ്പ എത്ര ഞങ്ങൾ ക്യാഷ് തന്നതാ, എല്ലാം തന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും.
പിന്നെ അവരെ അറിയിക്കരുതെന്ന് വിചാരിച്ചിട്ട് അറിയാത്ത ഒരുപാട് കടങ്ങൾ അവളുടെ ഉപ്പ അറിഞ്ഞാൽ എന്തായാലും ഒരു ചീത്ത പറയും. അതുകൊണ്ട് മിണ്ടാതെ നിന്നാണ്. എന്തായാലും ആ ജപ്തിയിൽ നിന്ന് രക്ഷിച്ചത് വലിയൊരു ഭാഗ്യട്ടോ. നിൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഒരു സൗഭാഗ്യം വല്ലാത്തൊരു ഭാഗ്യം തന്നെ. ശരിക്കും ആദ്യം അത് കേട്ടു. അതെ, എൻ്റെ ഉപ്പ അറിയാത്ത എന്തോ ബന്ധമുണ്ടല്ലോ എൻ്റെ വലിയ അളിയനും ജസീറും തമ്മിൽ. അതെ, അവർ ഭയങ്കര, പക്ഷേ അവരുടെ ബുദ്ധിമുട്ടെന്തൊക്കെ അതൊക്കെ മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ സ്നേഹിക്കണോ അത് വെറുക്കണോ എന്ന് വരെ തോന്നിപ്പോവുകയാണ്. അവരുടെ എല്ലാം മുമ്പിൽ അത് സ്നേഹനിധിയായ ഭർത്താവായിരുന്നു. ആദ്യ എന്താ അവരൊന്നും സ്വീകരിച്ചിരുത്താത്തെ? കണ്ടില്ലേ എല്ലാവരും വന്നത്? സ്നേഹത്തോടെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അഭിനയം തുടങ്ങിക്കഴിഞ്ഞു. ഹാദിയയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് തന്നെയാണ് അന്ന് അവൻ അവിടേക്ക് നിൽക്കുന്നത്, അത്രക്കും മുട്ടിയിരുമ്മിക്കൊണ്ട്. ശരിക്കും ജസീർ നല്ല മനുഷ്യനാണോ അതോ അഭിനയമാണോ എന്ന് വരെ അവളുടെ മനസ്സിൽ കടന്നൽ കൂട് വരെ ഒരു ചിന്ത വളരാൻ തുടങ്ങി. പക്ഷെ ഇന്നത്തെ വരെ ബെഡ്റൂമിൽ ഒരിക്കൽ പോലും എന്നോട് നല്ല രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടില്ല. പുറത്താണെങ്കിലോ, അതെ, ഈ മുറിയുടെ പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്ന് പറഞ്ഞിരുന്നത് അത് ഞാൻ ഓർക്കുന്നു. ശരിക്കും അതുതന്നെയല്ലേ സംഭവിക്കുന്നത്? എന്നാൽ പുളിക്കൽ തറവാട്ടിൽ ഇന്ന് വലിയ പാർട്ടിയാണല്ലോ. അതുകൊണ്ട് ഒരുപാട് ബിസിനസ് പ്രമുഖരും എല്ലാവരും എത്തും. വളരെയധികം പെർഫെക്റ്റായിട്ട് ഹാദിയെ നിർത്തണമെന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ അവളും തയ്യാറായി നിന്നു. അതിനു വേണ്ടി ഒട്ടും കുറഞ്ഞു കൊടുക്കരുതല്ലോ എന്ന് അവൾക്കും വാശിയുണ്ടായിരുന്നു. എന്നാൽ അവളെ നല്ല രീതിയിൽ പഠിപ്പിച്ച അവളുടെ സാറ് അറഫാത്ത് കടന്നു വരുന്നു. ആ ഹാദിയ, ഇന്ന് നല്ല ഹാപ്പിയാണല്ലോ. ഇന്ന് കുടുംബങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കുമല്ലേ? അതെ ഇക്ക, എല്ലാവരും അഭിനയല്ലേ. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കും. അത് മതി കുട്ടി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വേണം. നമ്മൾ നമ്മളെ കാര്യത്തിൽ ഉഷാറാവണം. ആരെന്തെങ്കിലും ചെയ്യുന്നു അത് നോക്കണ്ട, നമ്മൾ ഹാപ്പിയാകാൻ നോക്കുക മാക്സിമം. അറഫാത്ത് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് അവൾ അത്രയും ധൈര്യത്തോടെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചുവന്ന ഗൗണിട്ട മനോഹരമായ ആ ഒരു മണവാട്ടി, അതെ, അതിന് മാച്ചിങ്ങായി സിമ്പിളായിട്ടുള്ള ഡയമണ്ട് ജ്വല്ലറിയും അടിപൊളിയായ ലുക്കിൽ അതാ അവൾ നടന്നു വരുന്നു. പഠിച്ചവനെ, ഇത്താത്താക്ക് ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നോ? മേക്കപ്പ് റൂമിലേക്ക് വന്ന നാത്തൂന് ആശ്ചര്യത്തോടെ അവളെ നോക്കി. എനിക്ക് പേടിയാണെടി, ഞാൻ കല്യാണത്തിന് പോലും ഒരുങ്ങിയിട്ടില്ല. അതിന് കല്യാണത്തിന് പാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ആളുകളെ വിളിച്ച് ഒരു ഫുഡ് മാത്രമല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നല്ലേ പ്രൊഫഷണൽ ആളുകളൊക്കെ എത്തുന്നത്. അതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഉണ്ടാവും. അവൾ പറയുന്നത് കേട്ട് ഹാദിയക്ക് വീണ്ടും പേടിയായെങ്കിലും ധൈര്യം സംഭരിച്ച് അവളും നിന്നു. അതെ, എൻ്റെ ഭർത്താവ് ജസീറിനെ വിട്ടുകൊടുത്തുവിടാ. ഞാനൊരിക്കലും ഒരു പാവയായി നിന്ന് കൊടുക്കാൻ പാടില്ല. എനിക്കും ചിലത് അറിയാനുണ്ട്, ചെയ്യാനുണ്ട്. പെട്ടെന്ന് അവളുടെ അമ്മായിമ്മ വന്നു. ജസീറെ, നീ അവളുടെ കൂടെ അങ്ങോട്ട് ഹാളിലേക്ക് പോകണം. ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആ പിന്നെ എടി മോളെ, ഹർബാസ് പറഞ്ഞ പോലെ തന്നെ നിൽക്കണം കേട്ടോ, നല്ല രീതിയിൽ. അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടരുത്. ഒരുപാട് അതിഥികൾ വരുന്നതാണ് ഈ ഒരു സമയത്ത്. ഉമ്മയെല്ലാം ഒരു തവണ കൂടി ഓർമ്മിപ്പിച്ച ശേഷം അതാ ഹാളിലേക്ക് നീങ്ങി. ജസീർ അതാ ഹാദിയക്ക് നേരെ കൈകൾ നീട്ടി. അവൻ അവളുടെ കൈകളിൽ പിടിച്ചു. പെട്ടെന്ന് അവൾ ചോദിച്ചു, ആരാണ്? നൂർജഹാൻ. നിങ്ങൾ പറഞ്ഞല്ലോ നൂർജഹാനൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഉമ്മ പറഞ്ഞല്ലോ, ആരാണ്? ഓ, അത് യൂസുഫ് ഫൗണ്ടേഷൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അയാളുടെ ഏക മകളാണ്. അവളാണ് നൂർജഹാൻ. 5 വർഷമായി ഞാൻ അവളുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്നതാണ്. നമ്മുടെ വിവാഹത്തോടെ ആ ബന്ധം മുറിഞ്ഞു. അതിനുശേഷം നമ്മുടെ കമ്പനിയുമായുള്ള എല്ലാ കോണ്ടാക്റ്റും എല്ലാം അവർ ഒഴിവാക്കി. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അവർ. അവർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി പോലും. അവരുടെ മുമ്പിൽ, അതെ, ജസീറിനെ അവളേക്കാൾ മികച്ച ഒരു പെണ്ണിനെയാണ് കിട്ടിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ. ഹാളിലേക്ക് നടക്കുന്ന ദൂരം കൊണ്ട് ജസീർ ഇത്രയും വിവരങ്ങൾ മാത്രം അവളോട് പറഞ്ഞു. 5 വർഷത്തെ ബന്ധം വേണ്ടെന്ന് വെച്ച് തന്നെ വിവാഹം കഴിക്കാൻ മാത്രം എന്ത് കാരണമാണുള്ളതെന്ന് അവൾ വീണ്ടും ആലോചിച്ചു.
അപ്പോഴേക്കും അവർ ഹാളിലേക്ക് എത്തിയിരുന്നു. നൂർജഹാനെ കണ്ടതും അതാ ജസീർ ഹാദിയയെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് എന്തിനാണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവളുടെ പിറകിൽ തലോടിയ ശേഷം അവൻ അതിഥികളുടെ അടുത്തേക്ക് പോയി. ഓരോരുത്തർ അതാ ഹാദിയയുടെ അടുത്തേക്ക് അവളോടും സംസാരിക്കാൻ തുടങ്ങി. ഹൈ ക്ലാസ് സൊസൈറ്റിയുടെ ചട്ടക്കൂടുകൾക്കിടയിൽ നിന്ന് നീ വീർപ്പുമുട്ടിയെങ്കിലും അവളും അതിൽ പങ്കുചേർന്നു. ഹേയ് ഹാദിയ. അവൾ തിരിഞ്ഞു നോക്കി. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അവളുടെ തോളിൽ തട്ടി വിളിച്ചത്. ഞാൻ നൂർജഹാൻ. തന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ജസീർ പറഞ്ഞ നൂർജഹാൻ ഇതുതന്നെയായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ഹായ് നൂർജഹാൻ, എന്നോട് ജസീർ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അവനെ മാത്രം സ്വപ്നം കണ്ട് നടന്ന എന്നെ അവൻ എങ്ങനെയാണ് ചതിച്ചതെന്ന് പറഞ്ഞോ? അതോ നിന്നെ പോലൊരു പെണ്ണിന് വേണ്ടി എന്നെ വേണ്ടെന്ന് വെച്ച ഡീലുകളെ പറ്റി പറഞ്ഞോ? അവളുടെ മുഖം ചുവന്നു. അത് നൂർജഹാൻ, അതല്ല ഞാൻ പറഞ്ഞത്. നിന്നെ പരിചയപ്പെടുത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. അവൾ പറഞ്ഞൊപ്പിച്ചു. നീ വെറുതെ അഭിനയിക്കേണ്ട. എത്ര സ്വർണം വാരിപ്പൂശിയാലും നീ ഇവരുടെ പണം കൊണ്ട് കൂടെ കൂടിയ പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. മരുമകളെ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര പ്രദർശിപ്പിച്ചാലും കാരുണ്യ ലോട്ടറി അടിച്ച പട്ടിണിപ്പാവമായിട്ട് ഇവിടെ കൂടി എല്ലാവരും നിന്നെയും നിന്റെ കുടുംബത്തെയും കാണാൻ പോകുകയുള്ളൂ എന്ന് നിന്റെ അമ്മായിമ്മ തള്ളയോട് സമയം കിട്ടുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഒരു നിമിഷം അവൾ വിചാരിച്ചു, എന്താ റബ്ബേ, എനിക്കെന്താ കുറവ്? ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ വീട്ടുകാർ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണല്ലോ. എൻ്റെ ബാപ്പ കുറച്ച് അത്യാവശ്യം ഉള്ള ആൾ തന്നെയാണല്ലോ. ഇവരെന്താ, എന്തോ ഒരു സമ്പത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാശിയും വൈരാഗ്യവും? അവൾ ഹാദിയുടെ മുഖത്ത് നോക്കി അതും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ആളോട് സംസാരിക്കാനായി പോയി നടന്നു. ഹാദിയെ ചുറ്റും നോക്കി. അവിടെ കൂടിയിരുന്ന എല്ലാവരും അവളെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. എന്നാൽ ആ സമയത്താണ് പാർട്ടി ഹാളിലേക്ക് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിലേക്ക് ഉമ്മ കയറി ചെല്ലുന്നത്. പുളിക്കൽ തറവാടിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്കറിയും പോലെ എൻ്റെ മകൻ ജസീറിൻ്റെയും ഹാദിയുടെയും വിവാഹം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നീ പാർട്ടി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഹാദിയെ ജസീർ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. ബട്ട് എ പ്രോമിസ്, നിങ്ങൾ ഹാദിയയോട് ഒരു തവണ സംസാരിച്ചാൽ അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൾ, അതെ, ഹാദിയയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം അവൾ ചുറ്റും നോക്കി. എന്താ റബ്ബേ ഇത്? പാർട്ടിയിൽ പ്രസംഗമോ? ഇങ്ങനത്തൊക്കെതാണോ ഇവിടെ? ഞാനൊന്നും അറിഞ്ഞില്ല. അവൾ ഒരു തവണ കൂടി ചുറ്റും നോക്കി. വീണ്ടും പരിഹാസ ചിരികൾ. പക്ഷേ അവരുടെ ഇടയിൽ ഒരു മുഖം മാത്രം അവളെ നോക്കി ചിരിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അറഫാത്ത്. അവൻ കൈകൊണ്ട് ആൾ ദി ബെസ്റ്റ് നൽകി. ശ്വാസമെടുത്ത് വിടാൻ ആക്ഷൻ കാണിച്ചു. അവൾ കണ്ണടച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട് മുന്നിലേക്ക് നടന്നു. എന്നാൽ ജസീർ ഒരു ടേബിളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഡ്രസ്സിൻ്റെ പിറകിൽ നിന്ന് ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് വിട്ട പോലെ തുടങ്ങി. എന്നാൽ ജസീർ ഒരു പരിഹാസച്ചിരിയോടെ അത് സൂക്ഷിച്ചു നോക്കി. അവൻ മാത്രമാണ് അപ്പോഴത് കണ്ടത്. സ്റ്റേജിലേക്കുള്ള ആദ്യപടി കയറിയപ്പോൾ തന്നെ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ടുപോകുന്നത് അവൾക്ക് മനസ്സിലായി. അവൾ കൈകൊണ്ട് പിറകിൽ പിടിച്ചു നോക്കി. ഓ, എന്തായാലും തൻ്റെ ഷാളിൻ്റെ പിന്നിലായിക്കൊണ്ടാണ് ഉള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അത് കാണുള്ളൂ. പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാൽ അത് വീണ്ടും ഓപ്പൺ ആവുമെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് താഴെ ഇരിക്കുന്ന ആളുകളെ നോക്കി. അതിനിടയിൽ ജസീറിനെയും നോക്കാൻ അവൾ മറന്നില്ല. അവളുടെ നോട്ട് പ്രതീക്ഷിച്ചിരുന്ന എന്നതുപോലെ അത് ജസീർ പുരികമുയർത്തി ഒന്ന് ചിരിച്ചു.
അവൻ കൈകൾ കൊണ്ട് മുന്നോട്ട് കയറാൻ ആംഗ്യം കാണിച്ചു. അവൻ്റെ കയ്യിലിരുന്ന ബ്ലേഡ് അത് ഹാദ്യ ശ്രദ്ധിച്ചു. അതെ, ഹാളിലെത്തിയപ്പോൾ കെട്ടിപ്പിടിച്ചതും പിറകിൽ തലോടിയതും അവൾ പെട്ടെന്ന് ഓർത്തു. പെട്ടെന്ന് അതാ ഹാദിയ, കയറി വാ, ഉമ്മ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു. അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഉമ്മ ഒരു സ്റ്റെപ്പ് താഴേക്കിറങ്ങി അവളെ മുകളിലേക്ക് വലിച്ചു. അവളുടെ ബാക്കിയുള്ള സ്റ്റിച്ച് ഒറ്റ വലിയിൽ പൊട്ടി. പഠിച്ചവനെ, ഇത്രയും ആളുകളുടെ ഇടയിൽ നാണക്കേടിലാവൂലേ? അവളാകെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അപ്പോൾ തന്നെ അവിടെയുള്ള ബൾബുകളെല്ലാം അണഞ്ഞു. അത് ഹാദിയയെ ആരോ ചേർത്ത് പിടിച്ച് കൊണ്ട് ഇരുട്ടിൽ ഓടി. ഹാളിൽ ജനറേറ്റർ ഓൺ ചെയ്ത് എല്ലാവരും നോക്കുമ്പോൾ അവിടെ ഹാദിയ ഉണ്ടായിരുന്നില്ല. അതെ, ജസീർ പുറത്തേക്ക് അവളെ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. ഹാളിൻ്റെ കുറച്ച് ദൂരം മാറി ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഹാദിയ അവളെ രക്ഷിച്ച ആളുടെ മുഖം കണ്ടു. അതെ, അറഫാത്ത്. അറഫാത്താണ് എന്നെ രക്ഷിച്ചത്. എൻ്റെ ഭർത്താവ് എന്നെ കരുതി കൂട്ടിക്കൊണ്ട് ആളുകളുടെ ഇടയിലിട്ട് വഷളാക്കാൻ വിചാരിച്ചതാണോ? അറിയുന്നില്ല എനിക്ക്. അവളുടെ വസ്ത്രത്തിന് മുകളിൽ അവൻ ഇട്ടിരുന്ന ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഡ്രസ്സ് ഞാൻ 100 തവണ ചെക്ക് ചെയ്തതാണ് ഹാദിയ. നിന്നെ ആരോ ചതിച്ചതാണല്ലോ നിന്റെ ഇത്രക്കും നല്ല ഡ്രസ്സ് കീറാൻ കാരണം. അവൻ പലവട്ടം കറങ്ങി ഓരോന്ന് പറഞ്ഞു. എനിക്കറിയാം എന്താണ് നടന്നതെന്ന് എനിക്കറിയാം, ആരാ ചെയ്തതെന്നും എനിക്കറിയാം. അവൾ കലങ്ങിയ കണ്ണുമായി ചെറിയ സ്വരത്തിൽ പറഞ്ഞു. ഹാദിയ, എന്തുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാം. ഐ വിൽ ബി ദെയർ ഫോർ യു. പറ, ആരായി ചെയ്തത്? എനിക്കറിയാം ഇക്ക, എനിക്കറിയാം. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. ഇതെൻ്റെ യുദ്ധമാണ്. ഞാൻ തന്നെ ഇതിൽ പൊരുതണം. ആർക്കും എന്നെ രക്ഷിക്കാനാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുകളിൽ മഴത്തുള്ളികൾ പെയ്തു തുടങ്ങുമ്പോൾ ശരീരം തണുത്തു വിറക്കാൻ തുടങ്ങിയ അവളെ അറഫാത്ത് ഒരു തണൽ ഭാഗത്തേക്ക് നിർത്തി. അതെ, നീ വിഷമിക്കണ്ട, ഇങ്ങോട്ട് മാറി നിൽക്കൂ, മഴ കൊള്ളരുത്. ആകെ നനഞ്ഞൊട്ടിയ ശരീരമായി അവൾ വീടിനകത്ത് വരുമ്പോൾ പാർട്ടി കുളമായതിൻ്റെ ദേഷ്യത്തിലും വിഷയത്തിലും എല്ലാവരും വീടിൻ്റെ പ്രധാന മുറിയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങളെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് മതിയായില്ലേ? ഉമ്മ നീ അവളെ കണ്ടതും കയർത്തു. അല്ല, ഇത്താത്ത എങ്ങോട്ട് പോയത്? നാത്തൂൻ അവളുടെ അരികിലേക്ക് വന്നു. പറ, എന്താ പറ്റിയത്? എന്നാൽ മുകളിലത്തെ നിലയിൽ നിന്നും ജസീർ താഴെ നടക്കുന്നതെല്ലാം നോക്കിക്കാണുകയാണ്. അവൾ അവരെ നോക്കുന്നത് കണ്ട് അവൻ മുറിയിലേക്ക് കയറി. അവളും മറ്റാർക്കും ഉത്തരം നൽകാതെ മുറിയിലേക്ക് ഓടി. അവളുടെ ശരീരത്തിൽ നിന്നും ഇറ്റി വീണ മഴത്തുള്ളികൾ ആ വീടിനെ ആകെ നനച്ചു. അവൾ റൂമിൽ കയറി വാതിലടച്ചു. ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും കട്ടെടുത്തോ? നിങ്ങളെ ചതിച്ചോ? ഞാൻ നിങ്ങളെ കൊന്നോ? എന്തെങ്കിലും ചെയ്തോ? ആൾക്കാരിടയിലിട്ട് എന്തിനായിരുന്നു നിങ്ങൾ അങ്ങനെ എന്നെ വഷളാക്കാൻ നോക്കിയത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ ആ ചോരക്കണ്ണുകൾ അവളുടെ നേരെ നോക്കി. എടീ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ അവളുടെ അരികിലേക്ക് അവനടുത്തു. നീയല്ലേ എൻ്റെ പെണ്ണിനെ കൊന്നത്, എൻ്റെ കുഞ്ഞിനെയും? ഒരു നിമിഷം അവൾ വീണ്ടും ഞെട്ടി. ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? ആരുടെ കാര്യമാണ് ഇയാൾ പറയുന്നത്? ഛേ, ഇയാളൊരു ഭ്രാന്തനായിരുന്നോ? എനിക്കറിയുന്നില്ല എന്ത് നാടകമാണ് ഇവിടെ നടക്കുന്നത്, എന്ത് അഭിനയമാണ് ഇവിടെ നടക്കുന്നത്, എനിക്കറിയുന്നില്ല. അതെ, ഞാൻ ആരെ കൊന്നെന്നാ പറയുന്നത്? ഒരു നിമിഷം അവൾ ചോദിച്ചു. എനിക്കിതിൻ്റെ ഉത്തരം കിട്ടിയേ തീരൂ. നിങ്ങൾ പല രീതിയിലും എന്നെ സംശയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ ആരെ കൊന്നെന്ന് നിങ്ങൾ പറയുന്നത്? ഒരാളെയും ഞാൻ ആരാണ് ആ പെണ്ണ്? ഞാൻ എന്ത് ചെയ്താ നിങ്ങൾ പറയുന്നത്? അവളിൻ്റെ എല്ലാമായിരുന്നു. നിനക്ക് പകരം ഈ വീട്ടിലേക്ക് കയറി വിടേണ്ടത് അവളായിരുന്നു. അവൾ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയായിരുന്നു. നീയാണതെല്ലാം നശിപ്പിച്ചത്. നീ ഒരാളാണ് അവരെ ഇല്ലാതാക്കിയത്. ജസീർ എന്താണ് പറയുന്നതെന്നോ ഇവരെല്ലാം ആരാണെന്നോ ഒന്നും അവൾക്ക് മനസ്സിലായില്ല. അവളുടെ ജീവിതത്തിൽ അവൾ ആ ഒരു പെണ്ണിനെ പറ്റി അറിയുക പോലുമില്ല. ജസീർ, എന്ത് നിങ്ങളീ പറയുന്നു? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
ഞാൻ ഇവിടെ നിന്ന് എത്തേണ്ടവളല്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയിക്കണ്. എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ പോലും അറിയില്ല. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്തിനാണ് എന്നെ ഇങ്ങനെ പഴി ചാരുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്ത് അവളുടെ നിരപരാധിത്വം തെളിഞ്ഞു നിന്നിരുന്നു. പക്ഷേ ജസീർ അതിനെ വിശ്വസിക്കാൻ ഒരുക്കമായില്ല. അവൻ ബെഡ് പൊക്കി അതിൻ്റെ താഴെ ഇരുന്ന ഒരു ഡയറി എടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. അവൻ വാതിലടച്ച് പുറത്തേക്ക് പോയി. എന്തായിരിക്കും ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്? ആരായിരിക്കും അത് എഴുതിയത്? നമുക്ക് കാത്തിരുന്ന് കാണാം.